റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അഅ്മാലു സ്വാലിഹാത്തുകളും ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശ്വാസിനികളെ, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ, അതായത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതൊക്കെ രീതിയിലുണ്ടോ ആ രീതിയിലെല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് വോട്ട് നമ്മുടെ അവകാശമാണ്. ആ വോട്ട് നമ്മൾ ചെയ്യുകയും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. ഇന്ന് നമ്മുടെ നാടും നഗരവും എല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പരലോകമാണ് വലുത്, ദുനിയാവിലെ രക്ഷ മാത്രമല്ല. പരലോകം തകർക്കുന്ന രാഷ്ട്രീയമോ അതല്ലെങ്കിൽ പാർട്ടി സ്പിരിറ്റോ എതിരാളികളെ ഇല്ലാതാക്കലോ എന്ന ആശയം ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാർട്ടിക്കാരന് അധികാരം വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ പരലോകം കളയുന്ന അവസ്ഥയും ഉണ്ടാകാനും പാടില്ല. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ, സന്ദർഭങ്ങൾ കടന്നു വരുമ്പോ 5 നേരം നമസ്കരിക്കുന്ന, മറ്റു ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മളോട് പറഞ്ഞതാണ് നമീമത്തും ഗീബത്തും, ഏഷണിയും പരദൂഷണവും. രാഷ്ട്രീയമല്ലേ, എതിരാളികളെ കുറിച്ച്, മറുചേരിയിലുള്ളവരെ കുറിച്ച് എന്തും പറയാം. അതുപോലെ തന്നെ എതിരാളികളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സൃഷ്ടിക്കുക. മാത്രമല്ല, മറ്റുള്ളവർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരെ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിലല്ല, നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സത്യമല്ലാത്ത വാർത്ത, അതല്ലെങ്കിൽ സത്യമാകട്ടെ, എന്ത് ന്യൂസ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒരാള് നമ്മുടെ ചെവിയിൽ വന്ന് ഒരു കാര്യം പറഞ്ഞു, അത് അപ്പടി വിശ്വസിച്ച് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക. എന്താ സഹോദരങ്ങളെ അതിന്റെ ഗൗരവം എന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളിലേക്ക് വല്ല വാർത്തയും കൊണ്ട് ഒരാൾ കടന്നു വന്നാൽ, അത് ഡയറക്റ്റ് ആകട്ടെ, ഫോണിലൂടെയാകട്ടെ, മെസ്സേജിലൂടെയാകട്ടെ, വിശ്വാസിയുടെ നിലപാടെന്നറിയോ? ഫതബയ്യനു, അതിനെക്കുറിച്ച് അവൻ വ്യക്തമായി അന്വേഷിക്കും.
അത് വിശ്വാസിയുടെ ലക്ഷണമാണ്. കേട്ടത് പറയുക എന്നുള്ളത് വിശ്വാസിയല്ല. ഇപ്പൊ ആരെങ്കിലും കുറിച്ച് വ്യഭിചാരോപണം ഒരാൾ ഉന്നയിച്ചാൽ അതിന്റെ പോസ്റ്ററും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കത്തിത്തിളങ്ങും. അത് അടുത്ത ആളുണ്ട് ഷെയർ ചെയ്യും. എത്ര ഇതിന്റെ ഗൗരവം എന്നറിയോ? ആ പറഞ്ഞത്, ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ കളവാണ് ചമച്ചതെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ എത്ര വ്യൂസ് ആണോ കിട്ടുന്നത്, എത്ര ആളുകളാണോ കാണുന്നത്, അവർ കണ്ടതിന്റെ തിന്മയെല്ലാം അതിന്റെ ശിക്ഷയെല്ലാം നമുക്ക് കിട്ടും. അതൊരു നന്മയാണെങ്കിലോ അതിന്റെ ഖൈർ പ്രതിഫലമെല്ലാം അല്ലാഹു നമുക്ക് നൽകും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏഷണിയെ സംബന്ധിച്ചും പരദൂഷണത്തെ സംബന്ധിച്ചും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നഖ്ലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദ് അലാ ജിഹത്തിൽ ഇഫ്സാദ്. ജനങ്ങളുടെ സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനായി പരസ്പരം എത്തിക്കുന്ന പണിയാണ് നമീമത്ത് എന്ന് പറയുന്നത്, ഏഷണി എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കിട്ടിയ ന്യൂസ് മറ്റിടത്ത് പോയി പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. താൻ കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക എന്നത് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാപമാണ്. അങ്ങനത്തെ ആളുകളെ കുറിച്ച് എന്താ അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്നറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. ഏഷണി പരത്തുന്നവൻ, ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്ന, അവൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ മാത്രമല്ല ഒരു കവാടത്തിലൂടെ പോലും അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യമാകുകയില്ല. ഏറ്റവും എന്റെ അവസാനം അതാണ്. നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ സ്വർഗം നിഷിദ്ധമാക്കുന്ന കാര്യമാണ്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അഫലാ ഉഖ്ബിറുകും ബിശറാറികും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അവരൊന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് അറിയിച്ചു തന്നാലും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, അൽ മശാഊന ബിൻ നമീമ, അൽ മശാഊന ബിൻ നമീമ, നിരന്തരമായി നമീമത്തുമായി ഏഷണിയുമായി നടക്കുന്ന വ്യക്തികളാണ് ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അവന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സ്നേഹിക്കുന്നവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. വൽ ബാഖൂനൽ ഖുറാഅൽ അനത, നിരപരാധികളായവരുടെ നാശം കൊതിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സ്നേഹബന്ധമുള്ള ആളുകൾക്കിടയിൽ പോയിട്ട് അത് തെറ്റിക്കാം. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ മറ്റിടത്ത് പോയി പറയുക, അത് സത്യമാണോ കളവാണോ എന്നൊന്നും ചിന്തിക്കാതെ. അതുപോലെ തന്നെ പ്രവാചകൻ സഹോദരങ്ങളെ വളരെ ഗൗരവമായി പഠിപ്പിച്ചതാണ് ഗീബത്തിനെ കുറിച്ച്, പരദൂഷണത്തെ കുറിച്ച്. അതദറൂന മൽ ഗീബ, എന്താണ് പരദൂഷണം എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് നീ മറ്റൊരാളോട് പറയലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഇൻ കാന ഫീ അഖി മാ അഖൂലു ഖാല ഇൻ കാന ഫീ മാ തഖൂൽ, ഞാൻ പറയുന്നത് അവരിലുള്ള കാര്യമാണെങ്കിലോ അത് തന്നെയാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയൽ കളവുമാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഒരാളെ കുറിച്ച് എന്തെല്ലാം മറ്റൊരാളോട് പറയാറുണ്ട്.
ഒരാളെ മദ്ഹ് പറയുന്ന വിഷയം വേറെ, പക്ഷെ ഒരാളെ കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പോയിട്ട് അവൻ ഇന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ അവന്റെ പെരുമാറ്റം ശരിയല്ല, അവന്റെ സ്വഭാവം ശരിയല്ല, അവൻ ഇന്ന തെറ്റൊക്കെ ചെയ്യുന്ന ആളാണ്, ഉള്ളത് പറയൽ പരദൂഷണമാണ്, ഗീബത്താണ്. ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ നാളെ നമ്മുടെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കും. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. ഒരാൾ എന്തെങ്കിലും മോഷണ കുറ്റത്തിൽ പിടിക്കപ്പെട്ടു, വ്യഭിചാര കേസിൽ പിടിക്കപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നാട്ടിലൂടെ അങ്ങനെ പാടി നടക്കും, മറ്റൊരാളുടെ ചെവിയിൽ പോയി ഓടിക്കൊടുക്കും. അത് ഗീബത്താണ്. ഇനി അദ്ദേഹത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിലോ അത് പച്ചക്കളവുമാണ്. നമുക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്ന പ്രവർത്തനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്, വലാ യഖ്തബ് ബഅദുകും ബഅദാ, മറ്റൊരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയങ്ങളിൽ നിങ്ങൾ സംസാരിക്കരുത്. അതിന്റെ ഗൗരവത്തിലെന്നറിയോ? അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഇ മൈതൻ ഫകരിതുമു, മരണപ്പെട്ട സഹോദരന്റെ മയ്യത്തിൽ നിന്ന് മാംസം നിങ്ങൾ ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. നഅൂദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, വലാ യഖ്തബ് ബഅദുകും ബഅദാ എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ പച്ച മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. ഗീബത്തിന്റെ ഗൗരവം ആരെ ശ്രദ്ധിക്കുന്നതൊക്കെ? നമ്മൾ എത്ര ആളുകളെ കുറിച്ച് എത്ര ആളുകളോട് പറയാറുണ്ട് സഹോദരങ്ങളെ. അവർക്കുള്ള ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും മദ്ഫാറും മിൻ നുഹാസിൻ യഖ്മിശൂന ഉജൂഅഹും വസുദൂറഹും. അനസ് റളിയല്ലാഹു അൻഹു പറയാം, മിഅറാജ് രാവിൽ ഞാൻ ചെമ്പിന്റെ നഖങ്ങളാൽ നെഞ്ചും അതുപോലെ തന്നെ മുഖവുമെല്ലാം മാന്തുന്ന ഒരു കൂട്ടം ആളുകൾക്കരികിലൂടെ പ്രവാചകൻ നടന്നു പോവുകയാണ്. അതായത് മിഅറാജിന്റെ രാവിൽ ചെമ്പിന്റെ നഖങ്ങളാൽ മുഖവും നെഞ്ചുമൊക്കെ പിച്ചിച്ചീന്തുന്ന മാന്തുന്ന ചില ആളുകളുടെ അരികിലൂടെ കടന്നുപോയി പ്രവാചകൻ. فقلت من هؤلاء يا جبريل, ജിബ്രീലിനോട് ചോദിക്കുകയാണ് റസൂൽ, ഇതാർക്കുള്ള ശിക്ഷയാണ്, ഏത് കൂട്ടരാണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹൗലാഇല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അറാദിഹിം. ഒക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ജനങ്ങളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. നമ്മൾ ഒരാളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ചില ആളുകൾ ഉണ്ടാവും, കുറച്ച് ആളുകളുടെ കൂടിക്കിടയില് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം പറയാം, അയാളെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചു പറയാം. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ഒരാളെ കുറിച്ച് സംസാരിക്കുക ഒരു കൂട്ടത്തിനിടയിൽ അവർക്കുള്ള ശിക്ഷയാ ആ നഖം കൊണ്ട് നെഞ്ചും മുഖവും ഒക്കെ മാന്തി പറിക്കുക. അതുപോലെ തന്നെ ജനങ്ങളുടെ മാംസം തിന്നെന്ന് പറഞ്ഞാൽ എന്താ? പച്ചക്കെടുത്ത് തിന്നല്ല. അതിന് ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതുപോലെ ഇല്ലാത്തത് ഒരാളെ കുറിച്ച് മറ്റൊരാളോട് പറയാ, കളവ് പറയാ ഒരാളെ കുറിച്ച്. അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഗീബത്തും നമീമത്തും, ഏഷണിയും പരദൂഷണവും, അത് നമ്മിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ സഹോദരൻ, രണ്ടാമതായി നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നത് ഇന്ന് സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. ഇലക്ഷനിൽ മത്സരിക്കാനൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം, സാന്നിധ്യം വളരെ കൂടുതലാണ് എല്ലായിടങ്ങളിലും. പല മുസ്ലിം സ്ത്രീകളും പൊതുരംഗത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ഇസ്ലാമികപരമായ വസ്ത്രധാരണം ഉപേക്ഷിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് മുസ്ലിം സ്ത്രീകള് മത്സരിക്കുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കണ്ട എന്നതല്ല, അതൊക്കെ വേറെ വിഷയങ്ങൾ.
അതുവരെ നടന്ന മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം തന്റെ ഔറത്താണെന്ന് വിശ്വസിച്ച് നടന്ന സ്ത്രീകൾ ഔറത്ത് കാട്ടുന്ന ബാനറുകളും പോസ്റ്ററുകളും തന്റെ മുടിയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ ഉടുത്തുരങ്ങി അന്യ പുരുഷന്മാരുടെ കൂടെ ഇരിക്കാനും നടക്കാനും ഒറ്റക്കാകാനും സ്പർശിക്കാനും എല്ലാം ഇതിനൊക്കെ കാരണമാകും. പ്രത്യേകിച്ച് അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, പ്രവാചകൻ പറഞ്ഞു മഹ്റമില്ലാതൊരു സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇവരൊക്കെ മഹ്റം ഉണ്ടായിട്ട് യാത്ര ചെയ്യുന്നത്, അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് കൊടുക്കാൻ പാടില്ല, കൈ കൊടുക്കാൻ പാടില്ല. ഒരു ഇലക്ഷന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, മുസാഫഹത്ത് കൊടുക്കുന്നുണ്ട്. പാടുണ്ടോ? ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളല്ലേ. പ്രത്യേകം പറഞ്ഞു നിസാഉൻ കാസിയാത്തുൻ, അവസാന കാലഘട്ടമാകുമ്പോൾ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടും. കാസിയാത്ത്, അവർ വസ്ത്രം ധരിച്ചവരാണ്. ആരിയാത്ത്, പക്ഷേ നഗ്നത പ്രദർശിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. അവരെ പറ്റി എന്താ പറഞ്ഞതെന്നറിയോ? ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ ആ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പൊ സ്ത്രീകളൊക്കെ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇത്തരം ഹറാമുകളിലേക്ക് പോകാൻ അവർക്ക് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പാർട്ടിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ആളുകളും ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഫഖറാക്കളെ കണ്ടത്, ഫറഅയ്തു ഫിന്നാർ അന്നിസാ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ത്രീകളെ കണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ഈ ഇലക്ഷന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ പള്ളികളാകട്ടെ സംഘടനകളാകട്ടെ, അവിടെയൊക്കെ മനുഷ്യന് അധികാരമോഹം എന്ന് പറയുന്നത് കടന്നു വരാറുണ്ട്. അധികാരം മസ്ഊലിയ എന്ന് പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അധികാരമോഹം പാടില്ല. എന്നാൽ മനുഷ്യരിൽ നമ്മൾ അധികാരത്തിന് വേണ്ടി, അധികാര കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് കാണാറുണ്ട്. ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങൂല. പക്ഷേ അത് എത്രമാത്രം ഗൗരവമുണ്ടെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നകും സതഹരിസൂന അലൽ ഇമാറ, നേതൃത്വത്തിന് വേണ്ടി നിങ്ങൾ അത്യാഗ്രഹം കാണിക്കുക തന്നെ ചെയ്യും. അത് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, മറ്റുള്ള കമ്മിറ്റികളാകട്ടെ, ക്ലബുകളാകട്ടെ, അതുപോലെ തന്നെ പഞ്ചായത്താകട്ടെ, ജില്ലയാകട്ടെ, സ്റ്റേറ്റ് ആകട്ടെ, രാജ്യമാകട്ടെ, തഹരിസൂന അലൽ ഇമാറ, ഇമാറത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ആഗ്രഹം പ്രകടിപ്പിക്കും. പക്ഷേ വസതകൂനു നദാമത്തൻ യൗമൽ ഖിയാമ, എന്നാൽ അത് പരലോകത്ത് ഖേദം തന്നെയായിരിക്കും. അത് ഏറ്റെടുക്കുന്നതിലല്ല, ഏറ്റെടുക്കുമ്പോ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അവൻ നിറവേറ്റേണ്ടതുണ്ട്. നോക്കൂ, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾ എന്നെ ഗവർണറായി നിശ്ചയിക്കുന്നില്ലേ? ഒരു സംശയം ചോദിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു ചുമലുകളിലും തട്ടി അബൂദറിനോട് പറഞ്ഞു, താങ്കൾ ദുർബലനാണ്. എന്നാൽ നേതൃപദവിയാകട്ടെ അതൊരു അമാനത്തുമാണ്. അത് അന്ത്യനാളിൽ നിന്ദ്യതയും അപമാനവുമാണ്. ആ നേതൃത്വം യഥാവിധം ഏറ്റെടുക്കുകയും അതിൽ തന്റെ മേൽ ബാധ്യതയായത് നിർവഹിക്കുകയും ചെയ്തവരൊഴികെ. ശരിക്കും നമ്മൾ ചിന്തിക്കണം, നമ്മളൊരു സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. അത് പ്രത്യേകം പറയാണ് പ്രവാചകൻ, സ്വർഗം പോലും നിഷിദ്ധമാകാൻ അത് കാരണമാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, വീട്ടിലുള്ള രക്ഷിതാക്കൾ ആ വീടിന്റെ ഉത്തരവാദിയാണ്. അവനോട് അവിടുത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യും.
മകനെ കുറിച്ച്, മകളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, ഉമ്മയെ കുറിച്ച്, ഉപ്പയെ കുറിച്ച്, ആ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങൾ അവൻ ഏർപ്പെടുത്തിയോ ആ കുടുംബനാഥൻ എന്ന നിലക്ക് അവൻ ആണ്, മസ്ഊലിയത്തുണ്ട്, അവൻ ഉത്തരവാദിത്വമുണ്ട്, അതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചോദ്യം ചെയ്യും. ഇവിടെ നമ്മൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത്, നമ്മൾ നടത്തുന്ന പണമിടപാടാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളാകട്ടെ, അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അനാവശ്യമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, അതിന്റെ റാഇനോട്, മസ്ഊലിയത്തുള്ളവനോട് അല്ലാഹു ചോദ്യം ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ആകട്ടെ, MLA ആകട്ടെ, അതല്ലെങ്കിൽ മന്ത്രിയാകട്ടെ, MP ആകട്ടെ, ഏത് ഉത്തരവാദിത്വം, അതല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകട്ടെ, ഏത് ഉത്തരവാദിത്വത്തിലേക്ക് ആളുകൾ പോയാലും അവനിൽ എന്താണോ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം അതവൻ കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കൃത്യമായി അവൻ മറുപടി പറയേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്തർഇ അല്ലാഹി റഅയതൻ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഅയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സമൂഹത്തിന്റെ നേതൃത്വം അല്ലാഹു തന്റെ ഒരു അടിമയ്ക്ക് നൽകിയതിന് ശേഷം, അതായത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു, എന്നിട്ട് അവൻ പ്രജകളെ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കാതിരിക്കുകയില്ല. എത്ര ഉത്തരവാദിത്വം നോക്കൂ. ഇന്ന് നമ്മൾ 5 വർഷം ഭരിച്ച പാർട്ടിയാകട്ടെ, നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം 5 വർഷം അവർ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? അതിലെന്തെങ്കിലും പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ആ പാർട്ടിയുടെ കീഴിലുള്ള പ്രജകളെ അതിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആരായാലും വഞ്ചിച്ചിട്ടുണ്ടോ? അവരോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള സ്വഹാബികളെല്ലാം ഖലീഫയാകുന്ന സമയത്ത് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ അത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്. അത് ലഭിച്ചാൽ ചില അസുഖങ്ങൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ ഒഴിയാൻ പണിയായിരിക്കും. മറ്റുള്ള ഹറാമുകളിലേക്ക് പോകും. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതേത് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിലും ശ്രദ്ധിക്കണം, ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കും. ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ അവൻ നിത്യവാസിയായിരിക്കും. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ സജീവമായ ഘട്ടത്തിൽ ഒരു വിശ്വാസിയിൽ നിന്ന് വരാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നന്മയുണ്ട്. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ കാണാൻ വേണ്ടി ആകരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, ലോകമാന്യത, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോ റിയാ, ലോകമാന്യത കടന്നു വരാൻ സാധ്യതയുണ്ട്. ലോകമാന്യത, റിയാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇത് കാണണം. പക്ഷെ നമ്മൾ ഇതൊരു ഇബാദത്താണ്. ഞാൻ ഇന്നൊരു നേതൃ പദവിയിൽ ഉണ്ടെങ്കിൽ എന്റെ വാർഡിലുള്ള പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരാൾ രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ പോയി നമ്മൾ പരിചരിക്കുക, അവന് വേണ്ട ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അവന് വേണ്ട മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്നത് റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ അവന് നന്മയുണ്ട്, പ്രതിഫലമുണ്ട്. അത് ഏത് പാർട്ടിയാകട്ടെ. പക്ഷേ അത് വീഡിയോ എടുത്തുകൊണ്ട്, അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടുകൊണ്ട്, ഇത് ഞാൻ ചെയ്തത്, നമ്മളെ പാർട്ടി ചെയ്തത് മറ്റുള്ളവരും കാണണം എന്നൊരു ലക്ഷ്യം, അതായത് റിയാഓട് കൂടിയിട്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അത് പോയി. ഇവിടെ നടക്കും, മറ്റുള്ളവർ അറിയും, പക്ഷേ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും പ്രതിഫലം കിട്ടൂല.
ഒരാൾ കേൾക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ഒരാൾ ചെയ്തു, കാര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യുന്നത് മറ്റൊരാൾ കേൾക്കണം, ഇവൻ ഇന്ന വ്യക്തി ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇനി ഒരാൾ കാണാൻ വേണ്ടി ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു, അതുകൊണ്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ആ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് റിപ്പോർട്ട് ചെയ്യാണ്, ഒരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യാം, അതുപോലെ തന്നെ ഒരാൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യാം, അതൊക്കെ നമ്മുടെ മറ്റുള്ള കർമ്മങ്ങളെ പോലും ബാത്തിലാക്കി കളയും. അതായത് നമ്മൾ റിയാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് മറ്റുള്ള സൽക്രമങ്ങളും കൂടെ ബാത്തിലാക്കാനും നരകത്തിലേക്ക് പോകാനും അത് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊള്ളയായ വാഗ്ദാനങ്ങളൊക്കെ നൽകുക. തെരഞ്ഞെടുപ്പ് സമയത്ത് പറയും, വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വിജയിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ നാട്ടിൽ ഞാൻ നടപ്പിലാക്കും, നിനക്ക് വീട് വെച്ച് തരും, അതുപോലെ തന്നെ നിന്റെ ചികിത്സാ സഹായ ഫണ്ട് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു തരും, അതുപോലെ തന്നെ നിന്റെ വീട്ടിലേക്ക് റോഡ് കയറി തരും, റോഡ് ടാറിടും. എന്ത് വാഗ്ദാനങ്ങൾ ചെറുതും വലുതുമാകട്ടെ, അത് നമ്മൾ ഒരാൾ വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായി നിറവേറ്റണം. അത് ആ വിഷയത്തിലല്ല, നമ്മൾ നമ്മുടെ മക്കളോട് ഒരു വാക്ക് പറഞ്ഞു, വീട്ടിലുള്ളവരോട്, സുഹൃത്തുക്കളോട്, അത് ലംഘിക്കുന്ന ആളുകളുടെ ലക്ഷണം എന്താണെന്ന് അറിയാം? മുനാഫിഖ്. സംസാരിച്ചത് കളവായി, ഒന്ന്. അതുപോലെ തന്നെ അവൻ വാഗ്ദത്തം ചെയ്തത് ലംഘിച്ചു, വിശ്വസിച്ചത് വഞ്ചിച്ചു. ഈ മൂന്നും അതിൽ പെട്ടു. ഇപ്പൊ ഞാൻ ഒരാളോട് പറയാണ്, എനിക്ക് ഞാൻ വീട് വെച്ച് തരണ്ട കേട്ടോ, എന്നിട്ട് നമ്മളത് നിറവേറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാ, മുനാഫിക്കിന് ഒന്നാമത്തെ ലക്ഷണം. രണ്ടൊരു വാഗ്ദത്തം കൊടുത്തു, അത് ലംഘിച്ചു, രണ്ടാമത്തെ ലക്ഷണം. മറ്റേത് വിശ്വസിച്ചു, അവൻ എന്നിൽ വിശ്വസിച്ചു, അവന് വീട് വെച്ചു കൊടുക്കും, പക്ഷെ ഞാൻ വെച്ചു കൊടുത്തില്ല. ആയത്തുൽ മുനാഫിഖി സലാസ, പ്രവാചകൻ പറഞ്ഞു മുനാഫിക്കിന്റെ ലക്ഷണം അത് മൂന്നെണ്ണമാണ്. മൂന്നും അവനിൽ സംഭവിച്ചു. അതുകൊണ്ട് വെറുതെ നമ്മൾ വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് നിറവേറ്റാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. സൂറത്തുൽ ഇസ്രാ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാം, ഖുർആൻ പറയുന്ന കാര്യം കേട്ടോ, കരാർ നിങ്ങൾ നിറവേറ്റണം. ഇന്നൽ അഅദ കാന മസ്ഊല, ആ കരാർ എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. കരാർ നിങ്ങൾ നിറവേറ്റണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അതെല്ലാ മേഖലയിലും, അത് നമ്മുടെ പള്ളിയുടെ കീഴിൽ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹായം നമ്മൾ കൊടുക്കണം. ഒരാളെ രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ ചികിത്സാ ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മരുന്ന് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അഅദാണ്, ഒരു കരാറാണ്. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകം പറഞ്ഞത് ഇന്നൽ അഅദ കാന മസ്ഊല, ആ കരാറ് നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം, അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരാധനകൾ അവഗണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് 5 വഖ്ത് നമസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. നോക്കൂ, സുബ്ഹി നമസ്കാരം നമ്മൾ കൃത്യമായി അതല്ലെങ്കിൽ ജമാഅത്തായി നിർവഹിച്ചാൽ എന്നാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്. ഹദീസ് നമുക്കറിയോ, നമ്മൾ ഇന്ന് സുബ്ഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരമാകുന്നത് വരെ, അതല്ലെങ്കിൽ നാളെ രാവിലെ ആകുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്. പിന്നെ എന്ത് കാര്യങ്ങളിലും അള്ളാഹു അവനെ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോ നമ്മുടെ ജമാഅത്താകട്ടെ, അസ്റാകട്ടെ, മറ്റുള്ള ജമാഅത്ത് നമസ്കാരങ്ങളാകട്ടെ, മറ്റുള്ള ഇബാദത്തുകളാകട്ടെ, അതിലൊന്നും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. ആ നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാണ്. അത് അതിന്റെ കൃത്യസമയത്ത് നമ്മൾ നിർവഹിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഗീബത്ത്, പരദൂഷണം, നമീമത്ത്, ഏഷണി, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാടെ എടുത്തു മാറ്റിയ, ചിലപ്പോൾ അറിയാതെ നമ്മൾ ചില ആളുകളെ കുറിച്ച് ചിലപ്പോൾ നമ്മുടെ തൊള്ളിൽ നിന്ന് വന്നു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്ന, നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു കാരണമായി മാറും. അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം തിന്മകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് രോഗികളുണ്ട് നമുക്ക് ചുറ്റും, അവർക്ക് അല്ലാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതകളിൽ പെട്ടുപോയവരുണ്ട്. അവരുടെ പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ادخلنا الجنة اللهم أجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آل محمد آمين آمين برحمتك يا أرحم الراحمين.